ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഭീകരവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മേജർ ഉൾപ്പെടെ 4 സൈനികർക്ക് വീരമൃത്യു വരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തു. പ്ലിങ്കാൻ മേഖലയിൽ ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ആരംഭിച്ചത് തന്നെ. എന്നാൽ ഇപ്പോഴും ആ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. 3 ഭീകരവാദികളെ സുരക്ഷാ സേന വളഞ്ഞു എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇവർക്ക് പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തിയ ആദിൽ അഹമ്മദറുമായി ബന്ധം ഉണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മേഖലയിൽ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന താവളങ്ങൾ തിരഞ്ഞു പിടിച്ചാണ് ഇപ്പോൾ CRPF ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് പട്ടാളവും CRPF പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. 55 രാഷ്ട്രീയ റൈഫിൾസിലെ സൈനികരാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും ഇപ്പോൾ CRPFും അതുപോലെ തന്നെ പട്ടാളവും ചേർന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരവാദികളുള്ള മേഖലകളെല്ലാം ഇപ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 3 പേരെ CRPF വളഞ്ഞിരിക്കുന്നു എന്ന വാർത്തയും ലഭിക്കുന്നുണ്ട്. 4 ദിവസം മുൻപാണ് പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 40 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് വാഹനത്തിന് നേർക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറ് ഇടിച്ചു കയറ്റിയത്. എന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരരെ എല്ലാം CRPFും അതുപോലെ തന്നെ പട്ടാളവും ചേർന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഏറ്റുമുട്ടലിനിടെയാണ് മേജർ ഉൾപ്പെടെ 4 സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. എന്നാൽ പലയിടങ്ങളിലും ഭീകരവാദികളെ CRPF വളഞ്ഞു എന്ന വാർത്തയും ലഭിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ സൈനികരും CRPFും ചേർന്നുള്ള ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുൽവാമയിലെ ആക്രമണത്തിന് ശേഷം വീണ്ടും ഒരു സങ്കടകരമായ വാർത്തയാണ് 4 സൈനികർ വീരമൃത്യു വരിച്ചതെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.